നിങ്ങൾക്ക് മാത്രം എത്ര ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിരുന്നു? ഞങ്ങൾക്ക് മാത്രം ഒരു 6 ലക്ഷം രൂപയുടെ വല തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഈ തൊഴിലാളികൾ ഞങ്ങളെ കൂടി പണിയെടുക്കുന്ന ആൾക്കാരാണ്. അവർക്ക് 1000 രൂപ വെച്ച് ഒരു ദിവസം കൊടുക്കണം. ഒരു 2-3 ദിവസമെങ്കിലും പണിതാൽ മാത്രമേ ഈ വലഞ്ഞ് റെഡിയായി കിട്ടുള്ളൂ. എറണാകുളം വൈപ്പിൻ ഹാർബറിലാണ് നമ്മളിപ്പോഴുള്ളത്. തുടർച്ചയായി കേരള തീരത്തു നിന്നുണ്ടായ 2 കപ്പൽ അപകടങ്ങൾ. ഈ 2 കപ്പൽ അപകടങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആശങ്ക വളരെ വലുതാണ്. 2 പ്രധാന കാരണങ്ങൾ: ഒന്ന് പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, മറ്റൊന്ന് മത്സ്യബന്ധന മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി. എത്രമാത്രം പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെ ലഘൂകരിച്ച് കാണുകയാണ് അധികൃതർ ചെയ്യുന്നത്. അതായത് കാര്യമായ ആശങ്കയൊന്നും വേണ്ട, മതിയായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നെല്ലാം പറയുമ്പോഴും അതിനപ്പുറമാണ് ഇവരുടെ ജീവിത രീതി. കാരണം ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഇവരുടെ വലകൾ കപ്പലിൻ്റെ അവശിഷ്ടങ്ങളിൽ തട്ടി നശിച്ചു പോകുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധി. കാരണം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ നശിച്ച വലകൾ അവർ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതാണ്, നന്നാക്കുന്നതാണ്. ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ടുള്ള ഒരു ആരോപണമായി ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, സ്വാഭാവികമായി മറ്റു ചില കാര്യങ്ങളിൽ ഈ വലകളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ നശിക്കാറുണ്ട്. പക്ഷേ കപ്പൽ അപകടത്തെ തുടർന്ന് വളരെയധികം കൂടുതൽ വലകൾ നശിക്കുന്നു. വലിയ രീതിയിലുള്ള പ്രതിസന്ധി അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ആരോപണമായി ഉന്നയിക്കുന്നത്. അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ? അതെ, ഈ കപ്പൽ അപകടത്തിന് ശേഷമാണ് ഞങ്ങളുടെ വല ഇത്രയും അധികം കണ്ടിക്കുന്നത്. ഇത് ഒരു വള്ളത്തിൻ്റെ തന്നെയല്ല, ഇവിടുന്ന് പോണ ഭൂരിപക്ഷം വള്ളങ്ങളും വല നശിക്കാനുണ്ട്. ഞങ്ങളുടെ തന്നെ ഒരു 1000 കിലോ വല നഷ്ടപ്പെട്ടാറുണ്ട്. ഈ തൊഴിലാളികളുടെ വേതനം വേറെ. നിങ്ങൾക്ക് മാത്രം എത്ര ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിരുന്നു? ഞങ്ങൾക്ക് മാത്രം ഒരു 6 ലക്ഷം രൂപയുടെ വല തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഈ തൊഴിലാളികൾ ഞങ്ങളെ കൂടി പണിയെടുക്കുന്ന ആൾക്കാരാണ്. അവർക്ക് 1000 രൂപ വെച്ച് ഒരു ദിവസം കൊടുക്കണം. ഒരു 2-3 ദിവസമെങ്കിലും പണിതാൽ മാത്രമേ ഈ വലഞ്ഞ് റെഡിയായി കിട്ടുള്ളൂ. എത്ര ലക്ഷമൊക്കെ മുടക്കുണ്ടാവും നിങ്ങൾക്ക് ഈ ഒരു സീസണിൽ ഇറങ്ങുമ്പോൾ? ഒരു സീസണിൽ ഇപ്പോൾ റിപ്പയർ 40 ലക്ഷം രൂപയുടെ റിപ്പയർ കഴിഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത്. എൻജിൻ മാറ്റി വല റിപ്പയർ ചെയ്ത് 40 ലക്ഷം രൂപ കഴിഞ്ഞു. നിലവിൽ 2 സെറ്റുമ്മ 40 ലക്ഷം രൂപ കടം കൊണ്ട് ചെയ്തിട്ടാണ് ഈ പ്രാവശ്യം പണിക്ക് പോയേക്കുന്നത്. ഇത് ഒരു കപ്പലിൽ ഇതൊരു ബോട്ടിലെ മാത്രം കാര്യമാണ് പറയുന്നത്. ഒരു വള്ളത്തിൽ മാത്രം, വൈപ്പിൻ ഹാർബറിൽ നിന്ന് മാത്രം ഏതാണ്ട് 25ലധികം വള്ളങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രമാത്രം പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. ചേട്ടാ, എന്താണ് പ്രധാനമായിട്ട് നിങ്ങൾ നേരിടുന്നൊരു വെല്ലുവിളി? സാറേ, ഞങ്ങൾ ഈ ദിവസങ്ങളിലോളം ഞങ്ങൾ പണിയെടുത്തിരുന്ന സുരക്ഷിതമായ സ്ഥലങ്ങളിൽ വരെ ഇപ്പോൾ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ ഒഴുകി വന്ന് വീണ് ഞങ്ങളുടെ വല എമ്പാടും നശിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ സ്വത്തും ഞങ്ങളുടെ ജീവിതവും നഷ്ടപ്പെട്ട രീതിയിലേക്ക് ഞങ്ങൾ ആ രീതിയിൽ സർക്കാരുകളാക്കി എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആരും കുഴപ്പമില്ല. ഈ ഒരു കപ്പൽ വന്ന് മുങ്ങി അതിന് ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട് രാജ്യത്ത്. നമ്മൾ ഉടമ്പടികളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് അങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കപ്പൽ കമ്പനിക്കെതിരെ നമ്മൾ വേണ്ട രീതിയിൽ കേസ് ഫയൽ ചെയ്യുകയും നമുക്ക് വരുന്ന നഷ്ടങ്ങൾ ഇതിയും അതിൻ്റെ അവശിഷ്ടങ്ങൾ മാറ്റേണ്ടതും അവരുടെ ബാധ്യതയാണ്. അതിന് വരും സർക്കാർ എന്ന് പറയുന്ന 2 സർക്കാരുകളും ആ കമ്പനിക്കെതിരെ കേസിന് പോലും ഇത് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചില്ല എന്നുള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കേസ് എടുക്കേണ്ടെന്ന് വരെ സർക്കാരുകൾ തീരുമാനത്തിൽ എത്തി. ഞങ്ങളുടെ തൊഴിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ തൊഴിൽ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്കാകെ ഉള്ളത് മീൻപിടുത്തമാണ്. ഈ മത്സ്യബന്ധനം ഞങ്ങൾ സുഗമമായിട്ട് പണിയെടുത്തിരുന്ന സ്ഥലങ്ങളിലാണ് ഈ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെയ്നറുകളായിട്ടും ഇരുമ്പ് കഷ്ണങ്ങളായിട്ടും വന്ന് അടിഞ്ഞ് കിടക്കുന്നത്. ഇപ്പം 1000 കിലോളം വലയുടെ നാശനഷ്ടമാണ് ഞങ്ങൾക്ക് സംഭവിച്ചേക്കണം. ഞങ്ങളുടെ 2-3 ദിവസത്തെ തൊഴിൽ നഷ്ടം. ഇത് എല്ലാം കഴിഞ്ഞിട്ട് ഇനി അങ്ങാട് തന്നെയാണ് ഞങ്ങൾക്ക് പോകാനുള്ളത്. ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല. പിന്നെ സർക്കാർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യാനാണ് പറയണത്. ഞാനും എൻ്റെ അയലന്തരത്തുകാരും കൂടിയുള്ള ഒരു അതിർത്തി തർക്കത്തിൻ്റെ ഭാഗമായിട്ടല്ല. ഇത് അവർ നമുക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ ഭരിക്കുന്ന സർക്കാരുകൾ, കേന്ദ്ര സർക്കാരാകട്ടെ സംസ്ഥാന സർക്കാരാകട്ടെ, നമ്മൾക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങൾ നമ്മളുടെ അവകാശമാണ്. അത് സർക്കാരുകളുടെ നമുക്ക് ചെയ്തു തരേണ്ട ബാധ്യതയുണ്ട്. അപ്പം അതിൽ ഊന്നിന്നുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തീരദേശത്ത് ഞങ്ങളുടെ മാത്രം വിഷയമല്ല, ഈ കേരളത്തിൽ തെക്ക് വടക്ക് ഒരുപോലെ ഈ എല്ലാ മത്സ്യത്തൊഴിലാളികളും ഈ കപ്പൽ മുങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് സർക്കാരുകൾ 2 സർക്കാരും തീരുമാനിച്ച് കപ്പൽ കമ്പനിയുടെ അന്യായം ഫയൽ ചെയ്ത് ഇത് ഞങ്ങളുടെ ജീവിതം സുഖമാക്കി തരാമെന്നുള്ള സംഭവമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളും സർക്കാരും കൂടി 50 വർഷത്തെ ഒരു ഡിസ്റ്റൻസാണ് ഞങ്ങൾ കാണുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 23 വർഷക്കാലമായി ഞങ്ങൾ ഒരു ഹാർബറിന് വേണ്ടി നിരന്തരം മുറവിളി വിട്ടുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ മീഡിയകളിലും വർഷാവർഷം അല്ലെങ്കിൽ മാസം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്.
നമ്മൾക്കൊരു നിർവാഹമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തൊഴിൽ ഒരു തൊഴിൽ വിഭാഗം കേരളത്തിലുള്ളതായിട്ട് പോലും ഈ സർക്കാരുകൾ നമ്മളെ അംഗീകരിക്കുന്നില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. തീർച്ചയായും എന്തായാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ, അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം. എന്തായാലും മത്സ്യത്തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇക്കാര്യത്തിൽ ഒരു ശാശ്വത നടപടി ഉണ്ടാകണം. ഇവർ വല്ലാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇവരുടെ ജീവിതം. എറണാകുളം വൈപ്പിൻ ഹാർബറിൽ നിന്ന് ക്യാമറ പേഴ്സൺ സച്ചിൻ സജിക്കൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.